ഹായ് എവ്രി വൺ. നമുക്കിന്ന് ചെയിൻ സ്റ്റിച്ചിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ചെയിൻ സ്റ്റിച്ചിനെ പറ്റി പറയുവാണെങ്കിൽ കണ്ടിന്യൂസ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു റോപ്പ് ലൈക്ക് ടെക്സ്ചറാണ്. ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ? ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും നീഡിൽ മുകളിലേക്ക് എടുത്ത് ആ സെയിം ഹോളിലൂടെ തന്നെ വീണ്ടും നീഡിൽ താഴേക്ക് ഇറക്കുന്ന സമയത്ത് അത് മുഴുവനായിട്ടും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് അവിടെ നിന്ന് ഇല്ലാണ്ടാവും. പക്ഷേ മുഴുവനാക്കാതെ അവിടെ ചെറിയ ഒരു ലൂപ്പ് അവിടെ നിലനിർത്തുക. ഇനി നീഡിൽ ക്ലോത്തിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കേണ്ടത് ആ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വേണം. അങ്ങനെ ത്രെഡ് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെയിനിൻ്റെ ഒരു ലിങ്ക് അവിടെ ക്രിയേറ്റ് ആവും. ലാസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യാൻ നേരത്ത് ലൂപ്പിനകത്തേക്കല്ല പുറത്തേക്ക് വേണം നീഡിൽ ഇറക്കാൻ. അപ്പോൾ ഇത് ലോക്കാവും. എന്നിട്ട് ബാക്ക് സൈഡിൽ നമുക്കൊരു നോട്ടിട്ട് നമ്മുടെ ബാക്കി ത്രെഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കുറച്ചുകൂടെ സ്പീഡിൽ നിങ്ങൾക്ക് സ്റ്റിച്ചസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ ചെയ്യുമ്പം നമ്മുടെ നീഡിൽ താഴേക്ക് എടുത്ത് വീണ്ടും അത് മുകളിലേക്ക് എടുക്കുന്ന അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ ഓരോ തവണ ഓരോ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ നേരത്തെ അതിനകത്ത് കുത്തി വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ത്രെഡ് ചുറ്റിയാണ് നമ്മൾ ഓരോ ലൂപ്പും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും റെഡിയല്ലേ ഈ ഒരു റെയിൻബോ എംബ്രോയിഡറി ചെയ്ത് നോക്കാൻ? ഞാനിവിടെ റെയിൻബോസിൻ്റെ കൂടെ കുറച്ച് ക്ലൗഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലൗഡ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലൗഡിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാം. ക്ലൗഡ്സ് കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ എംബ്രോയിഡറി വീഡിയോസിനായി കീപ് വാച്ചിങ് and happy stitching.